നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴ പോലീസ് സബ് ഡിവിഷന്റെയും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ 26-ന് ലഹരി വിരുദ്ധ സന്ദേശ റാലിയും ബോധവൽക്കരണ സദസ്സും നടത്തും. തൊടുപുഴ കരിക്കോട് റെസ്റ്റോറന്റിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിയിരുന്നത് ഓടയിലേക്ക്. ഓട വൃത്തിയാക്കുവാൻ സ്ലാബ് മാറ്റിയപ്പോഴാണ് മാലിന്യം ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പാറക്കടപ്പ് ഫാമിലെ ജീവനക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി വലിച്ചു കെട്ടിയ പടുത സാമൂഹ്യ വിരുദ്ധർ ബ്ലേഡ് ഉപയോഗിച്ച് കീറി നശിപ്പിച്ചെന്ന പരാതി. സ്പോർട്സിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം ലോകത്തിന്റെ നിറകിലെത്തുമെന്ന് ഡീൻ കുര്യാക്കോസ് MP ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. കഞ്ഞിക്കുഴി വാവാർ ഭവനിൽ നടന്ന പരിപാടി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴ പോലീസ് സബ് ഡിവിഷന്റെയും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 26-ന് ലഹരി വിരുദ്ധ സന്ദേശ റാലിയും ബോധവൽക്കരണ സദസ്സും നടത്തും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നസീം IPS, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, പ്രമുഖ സിനിമാ താരം ആസിഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്റർനാഷണൽ ആന്റി ഡ്രഗ് അബ്യൂസ് ഡേ ആണ് നാളെ 26 ജൂൺ. അതിൻ്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടും എൻ്റെ ഭാഗമായിട്ടും നമ്മുടെ ഇടുക്കി ജില്ലാ പോലീസ് പ്രത്യേകിച്ച് തൊടുപുഴ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള ഒരു ബോധവൽക്കരണ സദസ്സാണ് നാളെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അത് നമ്മുടെ ന്യൂമാൻ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി, ഉച്ചയ്ക്ക് 2 മണിക്ക്. അതിന് മുന്നോടിയായിട്ട് കുട്ടികളും യുവാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു റാലി നമ്മൾ മങ്ങാട്ടുകാല ജംഗ്ഷനിൽ നിന്ന് ന്യൂമാൻ കോളേജിലേക്കുണ്ട്. റാലി അവിടെ എത്തിക്കഴിയുമ്പോൾ ഈ സമ്മേളനം ആരംഭിക്കും. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് സാറാണ്. അധ്യക്ഷനാകുന്നത് ബഹുമാനപ്പെട്ട MP ഡീൻ കുര്യാക്കോസ് സാറാണ്. കൂടാതെ വിശിഷ്ടാതിഥിയായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സിനിമാ താരം ആസിഫ് അലി ഉണ്ടാകും. പിന്നെ കൂടാതെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉണ്ടാകും. അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 2 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പിന്നെ വ്യാപാരി വ്യവസായ ഗവൺമെൻറ് സമിതിയുടെ പ്രതിനിധികൾ, അതുപോലെ ന്യൂമാൻ കോളേജിലെ പ്രിൻസിപ്പൽ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാം പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഈ തൊഴിൽ സബ് ഡിവിഷനിലെ മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ, SPC കുട്ടികൾ, അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകൾ, റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ, മറ്റ് സംഘടനകൾ, അങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളിൽ നിന്നെല്ലാം പ്രാതിനിധ്യം നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അത് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ചടങ്ങാണ്, ഫംഗ്ഷനാണ് നാളെ നടക്കുന്നത്. അതിൽ എല്ലാവരും എത്തിച്ചേരണം. മാക്സിമം ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നടത്തുകയാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരും എത്തിച്ചേരണം, ലഹരിക്കെതിരെ കൈകോർക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉണ്ടാകും. അങ്ങനെ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യം സാദരം ക്ഷണിക്കുകയാണ്. തൊടുപുഴ കാരിക്കോട് റെസ്റ്റോറന്റിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിയിരുന്നത് ഓടയിലേക്ക്. ഓട വൃത്തിയാക്കുവാൻ സ്ലാബ് മാറ്റിയപ്പോഴാണ് മാലിന്യം ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മാലിന്യം ഒഴുക്കിയ ഹോട്ടലിനെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തൊടുപുഴ കാരിക്കോട് വെള്ളക്കെട്ടുണ്ടാകുന്നത് സാധാരണ സംഭവമാണ്. പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം ഓട കയ്യേറിയതും ചിലയിടങ്ങളിൽ സ്ലാബ് മാറ്റി വൃത്തിയാക്കാൻ കട ഉടമകൾ സമ്മതിക്കാത്തതുമാണെന്ന് നഗരസഭാ കൗൺസിലിൽ ഉൾപ്പെടെ പരാമർശമുണ്ടായി. കഴിഞ്ഞ കുറേ കാലമായി വൃത്തിയാക്കാതെ കിടന്ന ഓടയാണ് ബുധനാഴ്ച സ്ലാബ് മാറ്റി വൃത്തിയാക്കിയത്.
ഇതിനിടെയാണ് മാലിന്യം ഒഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ ചെയർപേഴ്സൺ സാബിറ ജലീൽ, കൗൺസിലർ ഷാഹുൽ ഹമീദ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. മാലിന്യമൊഴുക്കിയ കടയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. അങ്ങാട്ടുകളിലെ വെള്ളപ്പൊക്കമുണ്ടായതിൻ്റെ പേരിൽ ഇന്ന് കാരിക്കോട് പ്രദേശത്തുള്ള സ്ലാബുകളെല്ലാം മാറ്റി മണ്ണ് നീക്കം ചെയ്യുന്നുള്ള നടപടിയുമായി രാവിലെ മുതൽ ആരംഭിച്ചതാണ്. അപ്പോഴാണ് ഹോട്ടലിലെ മാലിന്യം വെള്ളം മുകളിലേക്ക് ഒഴുകുന്നതായി കണ്ടിട്ടുണ്ട്. അത് നിലവിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് മുൻപ് കുറേ കാലങ്ങളായിട്ട് ഇവിടെ ഓരോ ക്ലീനിങ് ഇല്ലായിരുന്നു. ഈ ഭാഗത്ത് ജംഗ്ഷനിൽ ഓരോ ക്ലീനിങ് ഇല്ലായിരുന്നു. അത് ഇത്തവണയാണ് നീങ്ങാനുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. കഴിഞ്ഞ കുറേ കാലമായി വൃത്തിയാക്കാത്ത ഓട വൃത്തിയാക്കിയതോടെ കാരിക്കോട് മേഖലയിലെ വെള്ളക്കെട്ടിന് ശമനമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാറക്കടവ് ഫാമിലെ ജീവനക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി വലിച്ചു കെട്ടിയ പടുത സാമൂഹ്യ വിരുദ്ധർ ബ്ലേഡ് ഉപയോഗിച്ച് കീറി നശിപ്പിച്ചെന്ന് പരാതി. പക്ഷിപ്പനിയും പന്നിപ്പനിയും വ്യാപിക്കുന്നതിനാൽ ഇവിടെ ബയോ സെക്യൂരിറ്റി കർശനമായി പാലിച്ചു വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുറമേ നിന്നുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ഈ സാഹചര്യത്തിൽ ജീവനക്കാരുടെ വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ സ്ഥലത്ത് വലിച്ചു കെട്ടിയ പടുതയാണ് കീറി നശിപ്പിച്ചത്. ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും. ഇടുക്കി ജില്ലയിലെ ഏക പന്നി വളർത്തൽ കോഴി വളർത്തൽ കേന്ദ്രമാണ് പാറക്കടവിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നുമാണ് ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കുള്ള കർഷകർക്ക് പന്നി, കോഴി എന്നിവയെ വിതരണം ചെയ്തു വരുന്നത്. ഇവിടെ പക്ഷിപ്പനിയും പന്നിപ്പനിയും ബാധിച്ച് ജീവികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി ഫാം പൂട്ടേണ്ട അവസ്ഥയിലാണ് നിലവിൽ. എന്നാൽ അസിസ്റ്റന്റ് ഡയറക്ടർ ജേസൺ ജോർജിന്റെ ഇടപെടൽ കാരണം ബയോ സെക്യൂരിറ്റി കർശനമായി പാലിച്ചു വരുന്നു. ഇതിന്റെ ഭാഗമായി പുറത്തുനിന്നുള്ള വാഹനങ്ങൾ ഫാമിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. മൃഗസംരക്ഷണ വകുപ്പ് ഇടുക്കി ജില്ലാ ഓഫീസറുടെയും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച യോഗത്തിലായിരുന്നു സുരക്ഷാ നടപടി സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാർ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനു വേണ്ടി പ്രത്യേക സ്ഥലം കണ്ടെത്തി പടുത വലിച്ചു കെട്ടിയിരുന്നു. ഇതാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. പടുത ബ്ലേഡ് ഉപയോഗിച്ച് കീറിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരം പ്രവൃത്തികൾ ആവർത്തിച്ചാൽ ഫാമിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് അധികൃതർ പറയുന്നു. കൂടാതെ വാഹനങ്ങളെക്കുറിച്ചോർത്ത് ആശങ്കയിലാണെന്ന് ഉദ്യോഗസ്ഥരും ജീവനക്കാരും അറിയിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മൊത്തം പക്ഷിപ്പനി, പന്നിപ്പനി വന്ന് കപ്പാട് ഫാം അടക്കം എല്ലാ ഫാമിലും പന്നിപ്പനി വൈറലായിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ പക്ഷിപ്പനിയുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫാമിൻ്റെ അധികൃതർ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഫാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ശ്രീമതി ഷീല സ്റ്റീഫനും അതുപോലെ നമ്മുടെ മൃഗസംരക്ഷണ ജില്ലാ ഓഫീസറും ഈ ഫാമിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ വാർഡിൻ്റെ കൗൺസിലർ അടക്കമുള്ള ആളുകൾ വന്ന് നമ്മളുടെ മീറ്റിംഗ് കൂടുകയും അതനുസരിച്ച് തീരുമാനം പ്രകാരം ഇവിടെ വാഹനങ്ങൾ, വെളിയിൽ വരുന്ന വാഹനങ്ങളൊന്നും ഫാമിനകത്തേക്ക് പ്രവേശിക്കേണ്ട എന്ന് ജീവനക്കാരടക്കമുള്ള ആളുകളുടെ വാഹനങ്ങൾ ഇവിടെ വെളിയിൽ വെച്ചുകൊണ്ട് അവിടെ പ്രത്യേക അണുനാശിനി വെച്ച് അതിൽ ചവിട്ടി അകത്ത് പ്രവേശിക്കാനും തിരിച്ചിറങ്ങുമ്പോഴും അതുപോലെ തന്നെ ചെയ്യാനുമാണ് തീരുമാനം. അത് പ്രകാരമാണ് ഇവിടെ ഇങ്ങനെ ഒരു വണ്ടി വയ്ക്കാൻ നിന്നത്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇവിടെ ഓണം, വിഷു, ക്രിസ്മസ് ഒന്നുമില്ല. ഇത് ഇവിടുത്തെ പക്ഷി മൃഗാദികൾക്കെല്ലാം നമ്മൾ തീറ്റ കൊടുക്കും മൃഗങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഇവിടെ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും അതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് നനയാതിരിക്കാൻ, ഈ വാഹനങ്ങൾ നടന്ന് വെയിൽ കൊണ്ട് കേടുവരെ വരാതിരിക്കാൻ വേണ്ടിയാണ് അത് മൊത്തം ഇന്നലെ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ അത് ബ്ലേഡ് കൊണ്ട് വരച്ച് കീറിയേക്കണതാണത്. ഇത് ഇവിടെ പൊതുജനങ്ങളും അടക്കമുള്ള ആളുകൾക്ക് ഇവിടെ നിൽക്കാനുള്ള സൗകര്യവും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴത്താണ് മറ്റേ ഹെൽത്ത് ഉണ്ട്, നമ്മുടെ കുടുംബ ആരോഗ്യ കേന്ദ്രം പാറക്കടവിലെ. അങ്ങനെ ആളുകൾക്കെല്ലാം ഉപകാരപ്പെടുന്നതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ വെയിറ്റിംഗ് ഷെഡ് ഉടനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇത് രാത്രിക്ക് സാമൂഹ്യ വിരുദ്ധർ ചെയ്തു വെച്ചിരിക്കണം. ഇതിന് ശക്തമായ ഒരു നടപടി ഉണ്ടാകണം. ഇത് ആരാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ഇത് നമുക്ക് യാതൊരു സുരക്ഷയില്ലാതെ ഇങ്ങനെ വാഹനം വെളി വെച്ചിട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ് സ്ഥാപനമാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ഇവിടെയാണ് വാഹനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാകണം എന്ന് മാത്രം. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. സ്പോർട്സിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം ലോകത്തിന്റെ നെറുകയിലെത്തുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ലോക ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ തോമസ് റോണി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും പരിപാടിയുടെ കൺവീനറുമായ മനോജ് കോക്കാട്ട് ആമുഖ പ്രഭാഷണവും തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ മുഖ്യ പ്രഭാഷണവും നടത്തി. ലോക ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ടൗണിൽ പ്രൗഢഗംഭീരമായ റാലി നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ലോകം മുഴുവനുമുള്ള ജനതയെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു മഹാമേളയാണ് ഒളിമ്പിക്സ് എങ്കിൽ
ആ ഒളിമ്പിക്സിന്റെ പ്രചരണാർത്ഥം ഒളിമ്പിക്സിന്റെ സംഘടനാപരമായ ആവശ്യങ്ങൾ, അതോടൊപ്പം തന്നെ കായിക മേഖലയ്ക്ക് ഓരോ പ്രത്യേകമായ ഇനങ്ങൾക്ക് കൃത്യമായ ഒരു അംബ്രല്ല സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയൊക്കെ ഒളിമ്പിക് അസോസിയേഷൻ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. നമ്മുടെ രാജ്യത്തും ആ നിലയിൽ തന്നെയാണ്. അപ്പൊ എല്ലാ നിലയിലും കായിക താരങ്ങളുടെയും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും കായികമായ ബോധമുള്ളവരുടെയും ഒരു പ്രസ്ഥാനമായി നിലനിൽക്കുന്ന ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക് ദിനാഘോഷ ചടങ്ങുകൾ അത് സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ മഹത്തരമാണ് എന്ന് സൂചിപ്പിക്കട്ടെ. സ്പോർട്സിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം ലോകത്തിന്റെ നെറുകയിലെത്തുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ തോമസ് റോണി അധ്യക്ഷനായി. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും പരിപാടിയുടെ കൺവീനറുമായ മനോജ് കോക്കാട്ട് ആമുഖ പ്രഭാഷണവും തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ മുഖ്യപ്രഭാഷണവും നടത്തി. ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ ഡോക്ടർ പ്രിൻസ് കെ മറ്റം, ശരത് യു നായർ, ജില്ലാ സെക്രട്ടറി സൈജൻ സ്റ്റീഫൻ എന്നിവർ പ്രസംഗിച്ചു. മുൻ സന്തോഷ് ട്രോഫി താരം പി എസ് സലിംകുട്ടിയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസലും ചേർന്ന് ഒളിമ്പിക് ദീപശിഖ ഏറ്റുവാങ്ങി ദേശീയ നീന്തൽ താരം ബേബി വർഗീസിന് കൈമാറി. തൊടുപുഴ ഡിവൈഎസ്പി ബൈജു PM റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ കായിക ഇനങ്ങളെ പ്രതിനിധീകരിച്ച് നൂറുകണക്കിന് കായിക താരങ്ങൾ അണിനിരന്ന വർണ്ണാഭമായ റാലി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ സമാപിച്ചു. പരിപാടികൾക്ക് മിനി അഗസ്റ്റിൻ, ഡിംപിൾ വിനോദ്, മുഹമ്മദ് ബഷീർ, പ്രശാന്ത് കുട്ടപ്പാസ്, സിനിമോൻ, ബിലീഷ് സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. ഒളിമ്പിക് ദിനാചരണം കായിക മേഖലയോടുള്ള സമൂഹത്തിന്റെ പ്രതിബദ്ധതയും യുവതലമുറയ്ക്ക് കായിക സംസ്കാരത്തിന് പ്രാധാന്യവും വിളിച്ചോതുന്നതായി മാറി. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ആവേശനിർഭരമായ ഒളിമ്പിക് ദിന റാലി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാ കായിക മേളയിൽ കഴിവ് തെളിയിച്ചവരെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയിമോൻ സണ്ണി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സേവനം ഈ നാടിന് ആവശ്യമെന്നും കുട്ടികളുടെ വിദേശത്തേക്കുള്ള ഒഴുക്ക് നിയന്ത്രിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഈ ഗവൺമെന്റിന്റെ ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം ചെറുപ്പക്കാരുടെ വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുക്ക് കണ്ടെത്തുന്നത്. എങ്കിൽ മാത്രമാണ് നിങ്ങൾ നേടിയ ഇത് ഈ നാടിന് പ്രയോജനപ്പെടുത്താനും നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ഉപകാരപ്രദമാക്കാൻ കഴിയും. ഏതെങ്കിലുമൊക്കെ ഒരു നാട്ടിൽ പോയി കുറച്ച് പണം സമ്പാദിക്കാൻ അവിടെയുള്ള കാര്യങ്ങളൊക്കെ പുഷ്ടിപ്പെടുത്തി നിന്നാൽ ആ രാജ്യത്തിലാണ് അതിന്റെ നേട്ടം. നമുക്കതിന്റെ നേട്ടമൊന്നും കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്നത് വ്യക്തിപരമായ നേട്ടങ്ങളാണ്. പൊതുവിൽ നോക്കുമ്പോൾ അതിനൊരു വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയും. ആകുമ്പോൾ മാത്രമേ കഞ്ഞിക്കുഴിക്ക് ഒരു മാറ്റം ഉണ്ടാവൂ, ഇടുക്കിയിൽ ഒരു മാറ്റം ഉണ്ടാവൂ, കേരള സംസ്ഥാനത്തിന് ഒരു മാറ്റം ഉണ്ടാവും. അപ്പൊ ആ നിലയിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റപ്പെടട്ടെ. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അജിത് കുമാർ KK, സോണ ട്രീസ ജോബി, DCC സെക്രട്ടറിമാരായ അഗസ്തി അഴകത്ത്, ജോസ് ഊരക്കോട്ട്, DCC അംഗം അപ്പച്ചൻ ഏറത്ത്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ടോമി താണോലി, KSU കഞ്ഞിക്കുഴ മണ്ഡലം സെക്രട്ടറി അജു റോബർട്ട്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷാജി വാഴക്കാല, ജാൻസി സ്റ്റീഫൻ, ശിവൻ കോഴിക്കാമാലിൽ, അനിത സുനിൽ എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലഹരിക്കെതിരെ പ്രതിരോധവുമായി കേരള മധ്യ ലഹരി വിരുദ്ധ ഏകോപന സമിതി കോതമംഗലം താലൂക്ക് കമ്മിറ്റി രംഗത്ത്. സമിതിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ലഹരി വിരുദ്ധ നേതൃത്വ സംഗമം സംഘടിപ്പിച്ചു. കത്തീഡ്രൽ പാരിഷ് ഹാളിൽ കൂടിയ സംഗമം സമിതി സംസ്ഥാന സെക്രട്ടറി ജെയിംസ് കോറമ്പേൽ ഉദ്ഘാടനം ചെയ്തു. KCBC മദ്യലഹരി വിരുദ്ധ കൊറോന പ്രസിഡന്റ് ബിജു വെട്ടിക്കുഴ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ആന്റി നാർക്കോട്ടിക് ടീം രൂപീകരിക്കുക, തണ്ടർ തൂഫാൻ സംയുക്ത റെയ്ഡ് വനമേഖലയിലും ഗ്രാമങ്ങളിലും വ്യാപിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമിതിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ലഹരി വിരുദ്ധ നേതൃത്വ സംഗമം സംഘടിപ്പിച്ചു. കത്തീഡ്രൽ പാരിഷ് ഹാളിൽ കൂടിയ സംഗമം സമിതി സംസ്ഥാന സെക്രട്ടറി ജെയിംസ് കോറമ്പേൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നമ്മളൊക്കെ അവകാശപ്പെടുന്നത് തീർച്ചയായും കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്നും പുതിയ UDF വന്നപ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം
ഇപ്പോഴുള്ള മദ്യഷാപ്പ് ഔട്ട്ലെറ്റ് അതിന് എണ്ണം കുറച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് എണ്ണം കുറച്ചുകൊണ്ട് അതിന് ഉപയോഗം കുറയ്ക്കുക, അതുപോലെ തന്നെ അതിൻ്റെ സമയം നീട്ടിക്കൊണ്ടുവരുന്ന കുറച്ച് അതിൻ്റെ ഉപയോഗ രീതി തന്നെ കേരളത്തിലെ പൊതുവായിട്ടുള്ള ആ വ്യാപനം കുറയ്ക്കത്തക്ക രീതിയിലുള്ള മാറ്റങ്ങൾ വരണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ശ്രീ ജെയിംസ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വിവിധ പ്രതിഷേധങ്ങളും പൊതുപരിപാടികളും ഒക്കെ സംഘടിപ്പിച്ച് ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ചും നമുക്കറിയാം കേരള സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പുതിയ മദ്യനയം അത് നമുക്ക് കൂടുതൽ ഇനിയും ആ മദ്യനയം കൂടുതൽ ഈ മദ്യവ്യാപനം കൂടുതൽ കുറയ്ക്കുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ അവരുടെ ഗവൺമെൻറ് ശ്രദ്ധയിലും പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും. KCBC മദ്യലഹരി വിരുദ്ധ ഫൊറോന പ്രസിഡന്റ് ബിജു വെട്ടിക്കുഴ അധ്യക്ഷത വഹിച്ചു. മദ്യലഹരി വിരുദ്ധ രൂപതാ സെക്രട്ടറി ജോണി കണ്ണാടൻ, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ മാത്യു കൊച്ചുപുരിക്കൽ, KCBC റീജിയണൽ മദ്യലഹരി വിരുദ്ധ പ്രസിഡന്റ് ജോയി പടയാട്ടിൽ, സെക്രട്ടറി ജിജു വർഗീസ്, സാജൻ അമ്പാട്ട്, പോൾ കോങ്ങാടൻ, മാർട്ടിൻ കീഴമാടൻ, ജോമോൻ ജേക്കബ്, PA ഇമ്മാനുവൽ, പീറ്റർ ഇടപ്പളവൻ, സാബു കുരിശിങ്കൽ, ജോമോൻ പാറയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ റാലിയുടെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ചടങ്ങിൽ SMC ചെയർമാൻ നിത്യ വിൽസൺ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് ലിജി B പോൾ സ്വാഗതം ആശംസിച്ചു. വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുകയും ചെയ്തു. പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിൽ ജൂൺ 26 അന്തർദേശീയ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ പോസ്റ്റർ പ്രദർശനത്തോടെ പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് നടന്ന ചടങ്ങിൽ ലഹരിവിരുദ്ധ റാലിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ആരെങ്കിലും മദ്യം കഴിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? കഴിക്കരുതെന്ന് പറയണം. ഈ മയക്കുമരുന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാതിരിക്കട്ടെ, കണ്ടാലും കണ്ടില്ലെങ്കിലും മറ്റുള്ള ആളുകളോട് അത് കഴിക്കരുതെന്ന് പറയണം. മനസ്സിലായോ? അത് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? ആർക്കും അറിയാൻ മേല. അതായത് അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി മുഴുവൻ നശിക്കും. എന്ത് നശിക്കും? പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളാത്ത ആളുകളാക്കും അല്ലേ? ഇതുപോലെ പഠിക്കാനോ കളിക്കാനോ ജീവിതം മുഴുവൻ. ചടങ്ങിൽ SMC ചെയർമാൻ നിത്യ വിൽസൺ അധ്യക്ഷയായി. ഹെഡ് മിസ്ട്രസ് ലിജി B പോൾ സ്വാഗതം ആശംസിച്ചു. വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് റാലി നടത്തി. റാലിക്ക് ശേഷം നടന്ന അസംബ്ലിയിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. പോസ്റ്റർ രചന മത്സര വിജയികളെ അനുമോദിക്കുകയും വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് UP വിഭാഗം കുട്ടികൾക്കായി സേ നോ ടു ഡ്രഗ്സ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തുടർന്ന് ലഹരിക്കെതിരെ തൂഫാൻ ഗോളുകൾ എന്ന പേരിൽ കായിക പ്രവർത്തനവും പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. ലഹരിയെ ജീവിതത്തിൽ നിന്നും അകറ്റി ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തിയെടുക്കുക എന്ന സന്ദേശമാണ് പരിപാടിയിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. അധ്യാപകരായ ദീപൻ വാസു, ദിവ്യമോൾ AK എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നോവായി 16കാരൻ ജൂബിൻ മരണത്തിലും 7 പേർക്ക് ജീവന്റെ വെളിച്ചമേകി മടക്കം. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്ന 16കാരൻ ജൂബിൻ രാജുവിന്റെ വേർപാട് നാടിനാകെ കണ്ണീരായി. മകനെ നഷ്ടപ്പെട്ട ആഴമേറിയ ദുഃഖത്തിനിടയിലും മറ്റുള്ളവരുടെ ജീവിതത്തിന് വെളിച്ചമേകാൻ ജൂബിന്റെ മാതാപിതാക്കൾ മുന്നോട്ട് വന്നതോടെ മരണത്തിലും 7 പേർക്കാണ് ഈ കൗമാരക്കാരൻ ജീവിതത്തിന്റെ പുതുവെളിച്ചം പടർന്നു നൽകി യാത്രയാകുന്നത്. സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ജുവിൻ TC വാങ്ങി കൂട്ടുകാരനുമൊത്ത് മടങ്ങും വഴി ജൂൺ 15 രാവിലെ 11:30 അപകടം സംഭവിച്ചത്. കോട്ട 3 പീടിക സംസ്ഥാന പാതയിൽ ആളൂർ കദളിച്ചിറയ്ക്ക് സമീപത്ത് വെച്ച് ജുവിൻ ഓടിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ മറ്റൊരു വാഹനം ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ ആളൂർ ആനത്തടം സ്വദേശി പീണിക്കപ്പറമ്പിൽ ജുവിനെ ഉടൻ തന്നെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. കടുത്ത രക്തസ്രാവം മൂലം തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ് ജുവിനെ രാജഗിരി ആശുപത്രിയിൽ എത്തിച്ചത്. രക്തസ്രാവം നിയന്ത്രിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തെങ്കിലും ഡോക്ടർമാരുടെ തീവ്ര ശ്രമങ്ങൾക്കൊടുവിൽ ജുവിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു.
തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഇനി തിരികെ വരില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ആ വലിയ നോവിനിടയിലും മറ്റുള്ളവരിലൂടെ അവൻ ജീവിക്കട്ടെ എന്ന മാതാവിൻ്റെയും കുടുംബത്തിൻ്റെയും തീരുമാനമാണ് അവയവദാനത്തിന് ഇടയാക്കിയത്. മാതാവ് ബീന രാജു ആളൂർ സെന്റ് ജോസഫ് പള്ളിയിലെ പാലിയേറ്റീവ് കെയർ അംഗവും മരണാനന്തര നേത്രദാന കമ്മിറ്റിയിലെ സജീവ പ്രവർത്തകയുമാണ്. നേത്രപടലങ്ങളിലൂടെ അനേകർക്ക് കാഴ്ച ലഭിക്കാൻ കാരണമായതിൻ്റെ അനുഭവങ്ങളാകാം ബീനയ്ക്ക് സ്വന്തം മകൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ പ്രേരകമായത്. ജുവിൻ്റെ മുത്തശ്ശൻ ആളൂർ പഞ്ചായത്തിലെ നേത്രദാന സേനയുടെ സജീവ പ്രവർത്തകനും സംസ്ഥാന പുരസ്കാരമടക്കം നേടിയ വ്യക്തിയുമായിരുന്നു. മകൻ്റെ അപകട വിവരമറിഞ്ഞ് സൗദിയിൽ മെക്കാനിക്കായി ജോലി ചെയ്യുന്ന പിതാവ് രാജു ചൊവ്വാഴ്ച നാട്ടിലെത്തി. സർക്കാർ സ്ഥാപനമായ കേസോട്ടോ വഴിയാണ് അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് വൃക്ക, ഹൃദയം, പാൻക്രിയാസ് എന്നിവയും, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കരളും, കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മറ്റൊരു വൃക്കയും, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഐ ബാങ്കിലേക്ക് 2 കോർണിയകളും കൈമാറി. വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ജുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കഠിനമായ സാഹചര്യത്തിലും അവയവദാനത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ച ബന്ധുക്കളോട് മന്ത്രി നന്ദി രേഖപ്പെടുത്തി. ജുവിൻ്റെ കളിച്ചിരികൾ ഇനി ഓർമ്മകളിൽ മാത്രമായിരിക്കുമെങ്കിലും അവൻ പകർന്നു നൽകിയ ജീവന്റെ വെളിച്ചം 7 കുടുംബങ്ങളിൽ എന്നും പ്രകാശിച്ചു നിൽക്കും. ക്യാൻസർ രോഗിക്ക് കേശദാനം നടത്തുവാൻ മുടി നീട്ടി വളർത്തുന്നതിനിടെയായിരുന്നു ജുവിൻ യാത്രയായത്. ജുവിനോടൊപ്പം യാത്ര ചെയ്ത അനന്തകൃഷ്ണൻ ഗുരുതര പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. തുടർന്ന് രാജഗിരി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇടവേള. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഒരേ സ്ഥലത്ത് പഠിക്കാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PSC കോച്ചിംഗ്, ജർമ്മൻ ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, 4 കോഴ്സുകൾ ഒരു കോഴ്സിന്റെ ഫീസിൽ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനവും കരിയർ ഗൈഡൻസും ഉൾപ്പെട്ട ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ തുടങ്ങും. Your dream, our mission. Build your future with us. DM now. Online and offline classes available. Global Institute of Abroad Studies, near Head Post Office, Shakina Complex, Todupuzha. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ കളക്ഷനോടൊപ്പം മനോഹരമായ ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകളും. അനുഭവിച്ചറിയൂ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭൂതി. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862 222 916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു.
ഇതിന്റെ അപ്പ വാങ്ങി തന്നതാ. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ, വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744066785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. താഴുകൾക്കായി എക്സ്ക്ലൂസീവ് ശേഖരവുമായി തൊടുപുഴയിൽ ദ ലോക്ക് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. ഭവനത്തിനാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളുടെ ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താഴുകൾ. അതുകൊണ്ട് തന്നെ താഴുകളുടെ വിപുലമായ ശേഖരം ഒരുക്കുകയാണ് സിംപ്ലെക്സ് ഹോം സൊല്യൂഷൻ. ആർക്കിടെക്ചറൽ ഹാർഡ്വെയർ, ഇലക്ട്രോണിക് ലോക്സ്, മോഡ്യുലർ കിച്ചൺസ്, പ്ലൈവുഡ്സ്, ലാമിനേറ്റ്സ്, മൈക്യാം, WPC, PVC ബോർഡുകൾ, മൾട്ടിവുഡ്, CCTV ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ദ ലോക്ക് സ്റ്റുഡിയോ, ജീസസ് ടവർ, മുതലക്കോടം. ഫോൺ 9947973577. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വാർത്തകൾ തുടരും. വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം നിർവഹിച്ചു. വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. കഴിഞ്ഞ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. SSLC പരീക്ഷയിൽ 100% വിജയത്തോടൊപ്പം 11 വിദ്യാർത്ഥികൾ ഫുൾ A+ഉം 9 പേർ 9 A+ഉം നേടി. +2 വിഭാഗത്തിൽ 29 പേർ ഫുൾ A+ഉം 10 വിദ്യാർത്ഥികൾ 5 A+ഉം കരസ്ഥമാക്കിയിട്ടുണ്ട്. മെറിറ്റ് ഡേയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ നിർവഹിച്ചു. നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെയും എല്ലാം മനസ്സ് വായിച്ചെടുക്കുവാൻ എനിക്ക് സാധിക്കും. നിങ്ങളെ ഈ നിലയിലെത്തിക്കാൻ ഒരു പന്തേ കുതിരയെ പോലെ ജീവിതം മുഴുവൻ ഓടുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങൾ ഓരോരുത്തരുടെയും അധ്യധ്വാനം, അതെല്ലാം കൂടിയാണ് നിങ്ങൾക്ക് ഇന്ന് ഈ വലിയ നേട്ടം കൊയ്തെടുക്കുവാൻ സാധിച്ചത്. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സോട്ടർ പെരിങ്ങാരപ്പള്ളിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ക്ലമന്റ് ഇമ്മാനുവൽ, ഹെഡ്മിസ്ട്രസ് ജിജി ജെയിംസ്, PTA പ്രസിഡന്റ് ജേസൺ ജോർജ് എന്നിവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് വിദ്യാർത്ഥി പ്രതിനിധികളായ ക്രിസ്ലിൻ സെബാസ്റ്റ്യൻ, ആൻമേരി ഷാജി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ് സ്വാഗതവും ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി റോസ്മി കുര്യച്ചൻ നന്ദിയും പറഞ്ഞു. അധ്യാപകരായ ബെൻസി മാത്യു, അനിത അലക്സ്, മിനി ദേവസി, സിജിമോൾ മാത്യൂസ്, വിദ്യാർത്ഥി പ്രതിനിധികളായ അമേലിയ സാറ മാത്യു, MN കാളിദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വഴിത്തല. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സലീം കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ 2026-2028 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും പ്രവർത്തന ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ലൈഫ് ടൈം മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും വ്യാപാരിക്കൊരു സ്നേഹവീട് ധനസമാഹരണ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഏറ്റെടുത്ത പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ എത്രത്തോളം ഉണ്ടെന്നും അതിൻ്റെ ആത്മാർത്ഥത എന്തെന്നുള്ളതും ഈ ഒരു വേദി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തുടക്കം കുറിക്കൽ എല്ലാത്തിനും ഒരു നല്ല രീതിയിൽ തന്നെ കലാശിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PA സലീംകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജിമ്മി കുര്യൻ സ്വാഗതം ആശംസിച്ചു. വ്യാപാരിക്കൊരു സ്നേഹവീട് പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ആദ്യ ഫണ്ട് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് K. വിജയനിൽ നിന്നും പ്രസിഡന്റ് സലീംകുട്ടി ഏറ്റുവാങ്ങി. ചടങ്ങിൽ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനിലെ മുൻ പ്രസിഡന്റുമാരെ ആദരിച്ചു. പത്മനാഭൻ നായർക്ക് ലൈഫ് ടൈം മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം അസോസിയേഷൻ പ്രസിഡന്റ് സലീംകുട്ടി നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിംഗ് മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കൊട്ടപ്പസ് സഹൽ സുബേറിന് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ചടങ്ങിൽ CA പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പോൾ ഷാജൻ, സെബിൻ ജോസ് എന്നിവരെ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീലാണ് ആദരവ് നൽകിയത്. വാർഡ് കൗൺസിലർ K. ഗോപാലകൃഷ്ണൻ, മർച്ചന്റ്സ് ട്രസ്റ്റ് പ്രസിഡന്റ് R. ജയശങ്കർ, KVVES നിയോജക മണ്ഡലം പ്രസിഡന്റ് NP ചാക്കോ, മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് P. അജീബ്, വൈസ് പ്രസിഡന്റുമാരായ സെയ്ദ് മുഹമ്മദ് വടക്കേയിൽ, ബെന്നി ഇല്ലിമൂട്ടിൽ, PS സിനിമോൻ, സെക്രട്ടറിമാരായ MP താജു, B. സജിത് കുമാർ, ജോസ്ലെറ്റ് ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്, KHRA പ്രസിഡന്റ് ഗിരീഷ് കുമാർ, KTGA പ്രസിഡന്റ് അസീസ് P. അസീസ് എന്നിവർ ആശംസകൾ നേർന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ അഭിലാഷി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം SNMVHS സ്കൂളും കാളിയാർ പോലീസ് സ്റ്റേഷനും സംയുക്തമായി വണ്ണപ്പുറം ടൗണിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കാളിയാർ സ്റ്റേഷൻ പ്രിൻസിപ്പൽ SI രാജേഷ് പണിക്കർ മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂളിലെ സംഗീത അധ്യാപിക VJ ശ്രീരഞ്ജിനി രചിച്ച ഈണം നൽകിയ ലഹരി വിരുദ്ധ ഗാനം കേഡറ്റുകൾ ആലപിച്ചു. തുടർന്ന് സീനിയർ SPC കേഡറ്റുകൾ അണിനിരുന്ന ഫ്ലാഷ് മോബ് ചടങ്ങിനെ ആകർഷകമാക്കി. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി വണ്ണപ്പുറം SNMVHS സ്കൂളും കാളിയാർ പോലീസ് സ്റ്റേഷനും സംയുക്തമായി വണ്ണപ്പുറം ടൗണിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സീനിയർ SPC കേഡറ്റായ സിംലി സുജിത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രസംഗം നടത്തി. SNM സ്കൂളിലെ സംഗീതാധ്യാപിക VJ രഞ്ജിനി രചിച്ച് ഈണം നൽകിയ ലഹരി വിരുദ്ധ ഗാനം കേഡറ്റുകൾ ആലപിച്ചു. നല്ലൊരു ജീവിത പാതയിലെന്നും നന്മകൾ വരുവാനണയാം. നല്ലൊരു ജീവിത പാതയിലെന്നും നന്മകൾ വരുവാനണയാം. പുകഞ്ഞു തീരില്ലാത്തൊരു ജീവിതമാണല്ലോ നിൻ ലക്ഷ്യം. പുകഞ്ഞു തീരില്ലാത്തൊരു ജീവിതമാണല്ലോ നിൻ ലക്ഷ്യം. നാം എല്ലാരും ഞാനും നീയും നമ്മുടെ ജീവിതമൊന്ന്. നാം എല്ലാരും ഞാനും നീയും നമ്മുടെ ജീവിതമൊന്ന്. അടിമകളാകാതിരിക്ക നമ്മൾ ഒന്നായി ഒന്നണിചേരാം. അടിമകളാകാതിരിക്ക നമ്മൾ ഒന്നായി ഒന്നണിചേരാം. വേണ്ട നമുക്കിനി ലഹരിതൊന്നും ജീവിത പാതയിൽ ഉയരാം. വേണ്ട നമുക്കിനി ലഹരിതൊന്നും ജീവിത പാതയിൽ ഉയരാം. തുടർന്ന് സീനിയർ SPC കേഡറ്റുകൾ അണിനിരുന്ന ഫ്ലാഷ് മോബ് ചടങ്ങിനെ ആകർഷകമാക്കി. കാളിയാർ സ്റ്റേഷൻ പ്രിൻസിപ്പൽ SI രാകേഷ് പണിക്കർ മുഖ്യ പ്രഭാഷണം നടത്തി. കാളിയാർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ, SPC ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ഫാസിൽ, അൽസൽന എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം.
ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായും ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണയുമായി വണ്ണപ്പുറം സാശ്രയ ചാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറം ഹിറ പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സേന രൂപീകരിച്ചു. കാളിയാർ പോലീസ് സബ് ഇൻസ്പെക്ടർ രാജേഷ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ആശ്രയ കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായും ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണയുമായി വണ്ണപ്പുറം ആശ്രയ ചാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറം ഹിറ പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സേന രൂപീകരിച്ചു. സ്കൂളും പരിസരവും പൂർണ്ണമായും ലഹരി വിമുക്തമാക്കുവാൻ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക, സ്കൂൾ, വീട്, ടൗൺ തുടങ്ങിയ പരിസരങ്ങളിലും തങ്ങളുടെ ചുറ്റുപാടുകളിലും വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്ന ലഹരി ഇടനിലക്കാരെ നിരീക്ഷണം നടത്തി വിവരങ്ങൾ സ്കൂൾ അധികൃതർ വഴി പോലീസിന് കൈമാറുക, തൂഫാൻ ഹണ്ടിൽ പോലീസുമായി സഹകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ വെച്ചാണ് ലഹരി വിരുദ്ധ സേനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. കാളിയാർ പോലീസ് സബ് ഇൻസ്പെക്ടർ രാജേഷ് പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ കുട്ടികൾക്കും നിങ്ങളെപ്പോലെ കുഞ്ഞു കുട്ടികൾക്കും പറയുന്നത് അതൊക്കെ തന്നെയാണ്. ആദ്യമേ നമ്മുടെ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സമൂഹത്തിലും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. സമൂഹത്തിൽ ഇതിനെ എതിർക്കാനായിട്ട് നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ കുഞ്ഞുമക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ഛനോ സഹോദരനോ ചേട്ടനോ അമ്മയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ അമ്മോനോ അപ്പൂപ്പനോ ആരെങ്കിലും ലഹരിയോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളോ ചെറിയ തോതിലായാലും നമ്മൾ കഴിക്കുന്ന കുഞ്ഞു ലഹരിയല്ലേ അത് വലിയ പ്രശ്നം, അങ്ങനെയൊന്നുമില്ല. ഏത് തരം ലഹരിയായാലും നമ്മളെ പീഡിപ്പെടുത്തുന്ന കണക്കുകൾ ഒരുപാടുണ്ട്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ആശ്രയ കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഹിറ സ്കൂൾ രക്ഷാധികാരി PM ഇല്യാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി സന്തോഷ്, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ യൂസഫ് അബ്ദുൾ സലാം, കവിത റീഡിംഗ് ക്ലബ് സെക്രട്ടറി ജേക്കബ് ജോൺ, ഹിറ പബ്ലിക് സ്കൂൾ വൈസ് ചെയർമാൻ സഹീർ വാണിയപ്പുരിയിൽ, കാളിയാർ ജനമൈത്രി പോലീസ് സർക്കിൾ കമ്മിറ്റി അംഗം TA ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ സേനാംഗങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ തൂഫാൻ ഹണ്ടിന് പിന്തുണയുമായി ജില്ലയിൽ ആദ്യമായിട്ടാണ് വിദ്യാർത്ഥികളുടെ ലഹരി വിരുദ്ധ സേനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളതെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ആശ്രയ ചാരിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് പറഞ്ഞു. ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ മഹാവിപത്തിനെതിരെ ഞാൻ ഓരോരുത്തരും അണിനിരക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴ പോലീസ് സബ് ഡിവിഷന്റെയും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ 26-ന് ലഹരി വിരുദ്ധ സന്ദേശ റാലിയും ബോധവൽക്കരണ സദസ്സും നടത്തും. തൊടുപുഴ കരിക്കോട് റെസ്റ്റോറന്റിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിയിരുന്നത് ഓടയിലേക്ക്. ഓട വൃത്തിയാക്കുവാൻ സ്ലാബ് മാറ്റിയപ്പോഴാണ് മാലിന്യം ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പാറക്കടമ്പ് ഫാമിലെ ജീവനക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി വലിച്ചു കെട്ടിയ പടുത സാമൂഹ്യ വിരുദ്ധർ ബ്ലേഡ് ഉപയോഗിച്ച് കീറി നശിപ്പിച്ചെന്ന പരാതി. സ്പോർട്സിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം ലോകത്തിന്റെ നിറകിലെത്തുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. കഞ്ഞിക്കുഴി വാവാർ ഭവനിൽ നടന്ന പരിപാടി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.